Hi, hello, it's me Priya Hariprasad. Once again, welcome to the world of economics and welcome to my channel. Hope that you all are doing good. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ. എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ. ഓക്കെ, അപ്പം ഇത് ഡിഗ്രി ആൻഡ് പി ജി ലെവൽ സ്റ്റുഡൻസിനും നെറ്റും സെറ്റും എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റുഡൻസിനും എല്ലാം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയായിരിക്കും. അപ്പോൾ ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ട്രൈ ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. മാക്സിമം എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. അത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുകയും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ദെൻ കം ലെറ്റ്സ് ലേൺ ടുഗെദർ. ലെറ്റ്സ് ബിഗിൻ ദ ക്ലാസ്. എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ. ഓക്കെ, അപ്പം ഇത് ഡെവലപ്പ് ചെയ്തത് ഫ്രാൻസിസ് വൈ എഡ്ജ്വർത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ്. ഓക്കെ, എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഫ്രാൻസിസ് വൈ എഡ്ജ്വർത്ത് ഇൻ 1897. 1897 ഫ്രാൻസിസ് വൈ എഡ്ജ്വർത്ത് എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ്, ഡ്യുവോപ്പൊളി മോഡലാണ് എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ പ്യുവർ തിയറി ഓഫ് മൊണോപ്പൊളി, ദ പ്യുവർ തിയറി ഓഫ് മൊണോപ്പൊളി, അതിലാണ് ഈ പർട്ടിക്കുലർ ഡ്യുവോപ്പൊളി മോഡലിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ദ പ്യുവർ തിയറി ഓഫ് മൊണോപ്പൊളി, ദ പ്യുവർ തിയറി ഓഫ് മൊണോപ്പൊളി, ദ പ്യുവർ തിയറി ഓഫ് മൊണോപ്പൊളി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കിലാണ് അദ്ദേഹം എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി എന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഡ്യുവോപ്പൊളി മോഡലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി ഹി ട്രൈസ് ടു ഫോളോ ദ അസംഷൻ ഓഫ് ബെർട്രാൻഡ്സ് ഡ്യുവോപ്പൊളി മോഡൽ. ബെർട്രാൻഡിന്റെ ഡ്യുവോപ്പൊളി മോഡലിലെ അസംഷനെയാണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നത്. എന്താന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വിത്ത് പ്രൈസിലാണ് ഇവിടെ കോമ്പറ്റ് ചെയ്യുന്നത് രണ്ട് ഫേംസ് തമ്മിൽ. ഓക്കെ, റാദർ ദാൻ ഔട്ട്പുട്ട്, റാദർ ദാൻ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ടിലല്ല ഇവിടെ രണ്ട് ഫേംസ് തമ്മിൽ കോമ്പറ്റ് ചെയ്യുന്നത്. എന്തിലാണ് കോമ്പറ്റ് ചെയ്യുന്നത്? പ്രൈസിലാണ് കോമ്പറ്റ് ചെയ്യുന്നത്. അതേപോലെ രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുകയാണ്. റൈവൽ ഫേം വിൽ കീപ് ദെയർ പ്രൈസ് കോൺസ്റ്റന്റ്. രണ്ട് ഫേംസും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുകയാണ്. റൈവൽ ഫേംസ് അവരുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കിയിട്ട് വെക്കുമെന്ന് രണ്ടുപേരും വിശ്വസിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ പ്രൈസിൽ എന്ത് വരുത്തുകയാണ്? ചേഞ്ച് വരുത്തുകയാണ്. മനസ്സിലായോ? അങ്ങനെ പോകുന്ന ഒരു ഡ്യുവോപ്പൊളി മോഡൽ തന്നെയാണ് എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബെർട്രാൻഡ് ഡ്യുവോപ്പൊളി മോഡലിന്റെ അസംഷനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. എന്ന് വെച്ചാൽ റൈവൽസ് ഔട്ട്പുട്ടിലല്ല എന്താ പറയുന്നത്, ഔട്ട്പുട്ടിൽ മാറ്റം വരുത്തുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്നത് രണ്ടുപേരും എന്താണ്, പ്രൈസ് എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചിരിക്കുമെന്നാണ്. മനസ്സിലായോ? ഇപ്പൊ എയും ബിയും രണ്ട് ഫേംസ് ഉണ്ടെങ്കിൽ എ വിചാരിക്കും ബി പ്രൈസ് കോൺസ്റ്റന്റ് ആക്കുമെന്ന്, എന്നിട്ട് എ ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? അതുപോലെ ബി വിചാരിക്കുന്നത് എ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന്. അങ്ങനെ ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീഷൻ വിത്ത് പ്രൈസ് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈസ് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം മാത്രമേ ഉള്ളൂ, പ്രൈസ് കോൺസ്റ്റന്റ് ആണെന്ന് രണ്ടുപേരും അസ്യൂം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ നോക്കിക്കോളൂ, ഫ്രാൻസിസ് വൈ എഡ്ജ്വർത്തിന്റെ 1897 ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡലാണ് നമ്മൾ പഠിക്കുന്നത്. ഫോളോസ് ബെർട്രാൻഡ്സ് അസംഷൻ ദാറ്റ് ഈച്ച് സെല്ലർ അസ്യൂംസ് ഹിസ് റൈവൽസ് പ്രൈസ് ഇൻസ്റ്റെഡ് ഓഫ് ഹിസ് ഔട്ട്പുട്ട് ടു റിമെയിൻ കോൺസ്റ്റന്റ്. അതായത് രണ്ട് ഫേംസും വിചാരിക്കുന്നത് റൈവൽസ് പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്നാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഔട്ട്പുട്ട് അല്ല കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് വിശ്വസിക്കുന്നത് പ്രൈസ്. മനസ്സിലായല്ലോ? അപ്പം അതേപോലെ തന്നെ ഇവിടെ എന്തിലൊക്കെയാണ് ചേഞ്ച് വരുത്തുന്നത്? ഇവർ കൂടുതലും എന്തിലാണ് ചേഞ്ച് വരുത്തുന്നത്? പ്രൈസിൽ. എന്ന് വെച്ചാൽ പ്രൈസ് കോമ്പറ്റീഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈസ് ആണ് ഇവിടെ കേട്ടോ. ഓക്കെ, then two firms producing the same good. Two firms ആണ് producing the same good ആണ്. ഓക്കെ, സെയിം ഗുഡ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. then compete with price അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഇൻ ടേംസ് ഓഫ് പ്രൈസ് ആണ് അല്ലെ. പ്രൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. പ്രൈസിൽ ചേഞ്ച് വരുത്തിയിട്ടാണ് ഇവർ കോമ്പറ്റ് ചെയ്യുന്നത്. then it includes constraints in the production capacity. ഈ രണ്ട് ഫേംസിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അല്ലെ. കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസ്ട്രിക്ഷൻ ഓർ ലിമിറ്റേഷൻസ്. അപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കൺസ്ട്രെയിൻസ്, ലിമിറ്റേഷൻ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 2 പൊട്ടൻഷ്യൽ ഓപ്ഷൻസ് ഉണ്ട്. രണ്ട് ഫേംസിനും പൊട്ടൻഷ്യൽ ഓപ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാന്ന് വെച്ചാൽ കൊളൂഡ് ഓർ നോട്ട്, അതായത് കൊളൂഷനിൽ അറൈവ് ചെയ്യാം അവർക്ക്, അതായത് എഗ്രിമെന്റിൽ അറൈവ് ചെയ്ത് ഒരുമിച്ച് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാം. അതല്ലാതെ വേറൊരു സിറ്റുവേഷൻ കൊളൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഒരു എഗ്രിമെന്റിൽ അറൈവ് ചെയ്യുക, ശരിയല്ലേ? അപ്പം അങ്ങനെ രണ്ടുപേർക്കും ഒരുമിച്ച് എഗ്രിമെന്റിൽ അറൈവ് ചെയ്തിട്ട് ടുഗെദർ ഒരുമിച്ച് ബിസിനസ്സിൽ എൻ്റർ ചെയ്യാം. അതല്ലാതെ
തനിയെ ചെയ്യാം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, മനസ്സിലായോ? കൊള്യൂഡ് ഓർ നോട്ട്, അതാ പറയുന്നത്. ടു പൊട്ടൻഷ്യൽ ഓപ്ഷൻസ്, കൊള്യൂഡ് ഓർ നോട്ട്. ഓക്കെ, അപ്പൊ എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡലില് ഇൻ ടേംസ് ഓഫ് കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? ഇൻ ടേംസ് ഓഫ് പ്രൈസ് ആണ്, അല്ലെങ്കിൽ കോമ്പറ്റ് വിത്ത് പ്രൈസ് ആണ്. രണ്ട് ഫേംസും പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിചാരിക്കുന്നത് അവരവരുടെ റൈവൽസ് പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്നാണ്. ഓക്കെ, പക്ഷെ ഔട്ട്പുട്ടിന്റെ കാര്യത്തിലല്ല ഇവിടെ പറയുന്നത്. ഓക്കെ, അതേപോലെ അങ്ങനെ വിചാരിച്ചുകൊണ്ട് രണ്ടുപേരും പ്രൈസ് ചേഞ്ച് ചെയ്ത് മാർക്കറ്റിലെ ബിസിനസ് നടത്തുകയാണ്, മനസ്സിലായി? അങ്ങനെയാണ് കോമ്പറ്റീഷൻ ഇവിടെ വരുന്നത്. പ്രൈസിൽ തന്നെയാണ് കോമ്പറ്റീഷൻ. അപ്പൊ രണ്ട് ഫേംസ് ആണ്, സെയിം ഗുഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ രണ്ട് ഫേംസിന്റെയും പ്രൊഡക്ഷൻ കപ്പാസിറ്റിയിൽ കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ടുപേർക്ക് പൊട്ടൻഷ്യൽ ഓപ്ഷൻ ഉണ്ട്, കൊള്യൂഡ് ഓർ നോട്ട്. അവർക്ക് ഫോർമൽ എഗ്രിമെന്റിൽ അറൈവ് ചെയ്ത് ഒരുമിച്ച് മാർക്കറ്റിൽ ബിസിനസ്സിൽ എൻ്റർ ചെയ്യാം, അതല്ല തനിയെ അവർക്ക് ചെയ്യാം, മനസ്സിലായി? അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാം. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. അത്രയേ ഉള്ളൂ ഈ എഡ്ജ്വർത്ത് മോഡലിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പം ഹിയർ ഇറ്റ് ഈസ് ദ ഡയഗ്രാം. ഇവിടെ താഴെ ടോട്ടൽ ഇവിടെ ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. രണ്ട് ഫേംസിന്റെയും ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ രണ്ട് ഫേംസിന്റെ ഡിമാൻഡ് കർവും എല്ലാം കാണണം ഇവിടെ. ഓക്കെ, അപ്പം ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് വാട്ട് ഈസ് എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡൽ. ഓക്കെ, ഈ ഡയഗ്രത്തില് താഴെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താണ്? ക്വാണ്ടിറ്റി ആണ് കേട്ടോ. താഴെ എന്ന് പറഞ്ഞാല് രണ്ടുപേരുടെയും ആണിത്. ഓക്കെ, രണ്ടുപേരുടെയും ആണ് കാര്യങ്ങൾ കാണിക്കുന്നത്. എ എന്ന് പറയുന്ന ഫേമിന്റെ ബിയുടെയും രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി ടോട്ടൽ ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അപ്പൊ നമുക്കറിയാം എ ആൻഡ് ബി ടു ഫേംസ് അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസേഴ്സ്, രണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം, എ ആൻഡ് ബി. ഓക്കെ, ഇനി നോക്കിക്കോളൂ, എയുടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞത് DDA ആണ്. ആരുടെ ഡിമാൻഡ് കർവ്? DDA എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഫേമിന്റെ ഡിമാൻഡ് കർവ്. DDB എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഫേമിന്റെ ഡിമാൻഡ് കർവ്. അങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം ഒരു ലൈൻ വരച്ചതിന് ശേഷം ഒറിജിൻ വരയ്ക്കുക, അതിനുശേഷം ഇങ്ങോട്ട് കണക്ട് ചെയ്യുക ഇങ്ങനെ. ഓക്കെ, സ്ലോപ്പ് ലൈൻ വരയ്ക്കുക. അപ്പം അത് ഇവിടെ DDA എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ഫേമിന്റെ എന്താണ്? ഡിമാൻഡ് കർവ്. DDB എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന ഫേമിന്റെ ഡിമാൻഡ് കർവ്. ഇവിടെ OB എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ? ഈ ലൈൻ കണ്ടോ? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈൻ, ഇവിടെയാണ് പ്രൈസ് മെഷർ ചെയ്യുന്നത്, മനസ്സിലായോ? ഓക്കെ, അപ്പൊ രണ്ട് സൈഡിലും ഡിമാൻഡ്, ഇവിടെ സെന്ററിൽ ഈ ഒറിജിൻ കണക്ട് ചെയ്തിരിക്കുന്നത് ഡിമാൻഡ് കർവായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇവിടെയാണ് പ്രൈസ് മെഷർ ചെയ്യുന്നത്, മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എഡ്ജ്വർത്ത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത് നോക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. അതിനുശേഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം എഡ്ജ്വർത്ത് അസ്യൂം ചെയ്യുന്നത് ഫസ്റ്റ് എ വിൽ എൻറ്റർ ഇൻ ടു ദ മാർക്കറ്റ്. ആര് മാത്രമാണ്? എ അലോൺ കേട്ടോ. എ വിൽ എൻറ്റർ ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ഹി സ്റ്റാർട്ട്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അതായത് എ എന്ന് പറയുന്ന ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് OQ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് ഫസ്റ്റ് കേട്ടോ. സ്റ്റാർട്ടിംഗ് ഇനീഷ്യൽ സ്റ്റേജിൽ എ മാത്രമേ ഉള്ളൂ, ഒരാളെ ഉള്ളൂ. മാർക്കറ്റിൽ എൻറ്റർ ചെയ്തു. എത്ര എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു? OQ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു അറ്റ് OP2 പ്രൈസ്. ഏതാ പ്രൈസ്? OP2 പ്രൈസിന്. ഓക്കെ, അപ്പം വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ ഇപ്പോൾ ആക്ട് ചെയ്യുന്നത് ഒരു മൊണോപോളിസ്റ്റ് ആയിട്ടാണ്. കാരണം എന്താ വെച്ചാൽ വേറെ ആരും ഇല്ല, അയാൾ മാത്രമേ ഉള്ളൂ മാർക്കറ്റിൽ എൻറ്റർ ചെയ്തിട്ടുള്ളൂ, ബി വരണേ ഉള്ളൂ, മനസ്സിലായോ? അപ്പം OP2 പ്രൈസിന് OQ എന്ന് പറയുന്ന എമൗണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അദ്ദേഹം ഹി എൻജോയ്സ് മാക്സിമം പ്രോഫിറ്റ്. കാരണം വേറെ ആരും ഇല്ലാത്തത് കൊണ്ട്, ബി എന്ന് പറയുന്ന ഫേം വന്നിട്ടില്ലാത്തത് കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് OP2EQ ആണ് കേട്ടോ. OP2EQ ആണ് എയുടെ പ്രോഫിറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ കേട്ടോ. OP2EQ എന്ന് പറയുന്ന ഈ റെക്ടാങ്കിൾ കണ്ടോ, ഈ ഒരു പോർഷൻ കണ്ടോ, ഇതാണ് ആരുടെ പ്രോഫിറ്റ്? എയുടെ പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ ഹി എൻജോയ്സ് എന്താണ്? ഹൈ പ്രോഫിറ്റ്, അല്ല ഒരു മൊണോപ്പൊളി പ്രോഫിറ്റ് തന്നെ നമുക്ക് പറയാം. അത് കഴിഞ്ഞ ശേഷം അടുത്ത സ്റ്റേജിൽ ആര് എൻറ്റർ ചെയ്യാണ്? ബി എന്ന് പറയുന്ന ഫേം എൻറ്റർ ചെയ്യാണ്. അങ്ങനെ ബി എൻറ്റർ ചെയ്യുന്ന സമയത്ത് ബിയും എന്ത് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈ സെയിം OQ ഡാഷ് ഔട്ട്പുട്ട്. അപ്പൊ ബിയുടെ ഇങ്ങോട്ടല്ല നമ്മൾ കാണിക്കുന്നത്. അപ്പൊ OQ ഡാഷ് ഔട്ട്പുട്ട് ബി പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പം ബി OP2 പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ ബി എന്താ വിചാരിക്കുക? ബി OP2 പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേർക്കും ലാഭം ഷെയർ ചെയ്യേണ്ടി വരും. അപ്പൊ രണ്ടുപേർക്കും എന്താ പറയാ, മൊണോപ്പൊളി പവർ ഒന്നും കാണില്ല, ശരിയല്ലേ? ഓക്കെ, പക്ഷെ ബി എന്താ വിചാരിക്കുന്നത് വെച്ചാല് എയുടെ പ്രൈസ് OP2 അല്ലേ,
അപ്പം എ അതേപോലെ തന്നെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യുമെന്ന് ആര് വിശ്വസിക്കുകയാണ്? ബി വിശ്വസിക്കുകയാണ്. ബി എന്താ ചെയ്യുന്നത്? ഉടനെ തന്നെ ലെസ് ദാൻ OP2 കുറച്ച് കുറവുള്ള പ്രൈസ് ആര് ഫിക്സ് ചെയ്യുന്നു? ബി ഫിക്സ് ചെയ്യുന്നു. മനസ്സിലായി? ഒരിക്കലും ബി അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നില്ല കേട്ടോ, നമ്മളല്ല, എഡ്ജ്വർത്ത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കത് പറയാനും കഴിയില്ല. നമ്മൾ ഇവിടെ അസ്യൂം ചെയ്യണം, അത് പറയുന്നേ വേണം. അപ്പൊ ബി മാർക്കറ്റിൽ എൻ്റർ ചെയ്തു. OQ ഡാഷ് അല്ലെ, ഇവിടെ ഡാഷ് ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. OQ ഡാഷ് എന്ന് പറയുന്ന ഇത്ര എമൗണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ OP2 പ്രൈസ് ഫിക്സ് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി മാർക്കറ്റിൽ ഒരു ഫേം ഉണ്ട്, എ ഉണ്ട്. അത് OP2 പ്രൈസ് ആണ്. ആരുടെ പ്രൈസ്? ഫേം എയുടെ പ്രൈസ്. ഓക്കെ, അപ്പം ആ പ്രൈസ് തന്നെ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ലാഭം കിട്ടില്ല. അപ്പം ഈ ബി അസ്യൂം ചെയ്യാണ്, എ എന്ത് ചെയ്യും? പ്രൈസ് OP2 തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കും. നമുക്ക് എന്ത് ചെയ്യാം? ബിക്ക് എന്ത് ചെയ്യാന്ന് തോന്നും? ഇച്ചിരി ലെസ് ദാൻ OP2 കുറച്ചങ്ങോട്ട് പ്രൈസ് താഴെ ആക്കിയിട്ട് ഫിക്സ് ചെയ്യും. മനസ്സിലായോ? അത് കഴിയുമ്പം അത് ആര് അസ്യൂം അത് ആർക്ക്? അപ്പൊ അത് ആര് മെൻഷൻ ചെയ്യും? എ. അപ്പൊ എ എന്താ ചെയ്യുക? അപ്പൊ OP2 ചെറിയൊരു എമൗണ്ട് താഴെ പ്രൈസിനാണല്ലോ ബി ഫിക്സ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുന്നത്. അപ്പം ഇനിയിപ്പോ എ അസ്യൂം ചെയ്യാണ് ബി ഏത് പ്രൈസ് ആണോ ബി ഫിക്സ് ചെയ്തത് ആ പ്രൈസിൽ തന്നെ ബി നിൽക്കുമെന്നും അതിനേക്കാളും കുറച്ച് താഴെ പ്രൈസിന് വിൽക്കാമെന്ന് ആര് വിചാരിക്കുന്നു? എയും വിചാരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ എ എന്ത് ചെയ്തു? വീണ്ടും ഈ ബി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ എവിടെയാണോ പ്രൈസ് ഫിക്സ് ചെയ്ത് അതിനേക്കാളും കുറച്ച് താഴോട്ട് എന്ത് ചെയ്തു? ഫിക്സ് ചെയ്തു. മനസ്സിലായോ? അതിന്റെ അടുത്ത സ്റ്റേജിൽ അഗെയിൻ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ബി എന്താ ചെയ്യുന്നത്? അപ്പം ഈ ബിയേക്കാളും താഴ്ന്ന പ്രൈസ് ആണല്ലോ ഇപ്പൊ എ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബി വിചാരിക്കും എ ഇനി ആ പ്രൈസിൽ തന്നെ നിൽക്കും കോൺസ്റ്റന്റ് ആക്കിയിട്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിനേക്കാളും കുറച്ചും കൂടി അങ്ങോട്ട് എന്ത് ചെയ്യാം? കുറയ്ക്കാം. അങ്ങനെ ബി വീണ്ടും എന്ത് ചെയ്യാണ്? പ്രൈസ് എയുടെക്കാളും കുറയ്ക്കുകയാണ്. മനസ്സിലായോ? ഇങ്ങനെ രണ്ട് ഫേമും ഓരോ സ്റ്റേജിലും എന്താ ചെയ്യുന്നത്? ഓരോരുത്തരും പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് തന്നെ തന്റെ പ്രൈസ് എന്ത് ചെയ്യണം? അവരെക്കാളും കുറച്ച് എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ്. ഇങ്ങോട്ടും എന്താ നടക്കുന്നത്? ഒരു പ്രൈസ് വാറാണ് നടക്കുന്നത്. അപ്പം ഇവിടെ ഈ P2 P1 എന്നുള്ള ഈ ഗ്യാപ്പിൽ ഫുൾ പ്രൈസ് വാറാണ് നടക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ വിചാരിച്ച് ഓരോരുത്തരും അവരെക്കാളും കുറവ് അങ്ങനെ വിചാരിച്ച് OP1 എന്ന് പറയുന്ന പ്രൈസ് വരെ അവിടെ എത്തും. മനസ്സിലായോ? OP1 പ്രൈസ് വരെ എത്തി. അപ്പം ഫൈനലി രണ്ടുപേരും എന്ത് ഫിക്സ് ചെയ്തു? OP1 എന്ന് പറയുന്ന പ്രൈസ് ഫിക്സ് ചെയ്തു. അപ്പം മാക്സിമം ഔട്ട്പുട്ട് രണ്ടുപേർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ കഴിയുന്നുണ്ട് ഈ OP1 പ്രൈസിൽ. ഓക്കെ, അപ്പൊ ഈ OP1 പ്രൈസിൽ ഫേം എക്ക് OM എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട്, അതാണ് ഫേം എയുടെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ശരിയല്ലേ? അത്രയിലെ മാക്സിമം അത്. അതേപോലെ ഫേം ബിയുടെ മാക്സിമം OM ഡാഷ് ആണ്. ഓക്കെ, അപ്പൊ ഈ മാക്സിമം രണ്ടുപേരും അവരവരുടെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് OP1 പ്രൈസിൽ വിൽക്കാനായിട്ട് രണ്ടുപേരും തീരുമാനിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതേപോലെ എന്താ സംഭവിച്ചത്? അവര് പ്രൈസ് വാറിൽ വീണ്ടും എന്ത് ചെയ്യും? പ്രൈസ് വാറിൽ വരും. പക്ഷെ ഒരിക്കലും ഇത് എന്താവില്ല, ഇനി താഴോട്ട് വരില്ല. ഇത് ബിലോ പ്രൈസ് ആണല്ലോ. ഇനി എന്താ ചെയ്യുക? മുകളിലോട്ട് പോകും. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും? ഫേം എ വീണ്ടും ആദ്യം പുതിയതായിട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? പ്രൈസ് കുറച്ചൊന്ന് എന്ത് ചെയ്യും? കൂട്ടും. അപ്പൊ ഫേം ബി എന്ത് ചെയ്യും? അവർ അത്രയും സെയിം ആയിട്ട് തുടരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യും? കുറച്ചൊന്ന് കുറയ്ക്കും. ഫേം എ വീണ്ടും കുറയ്ക്കും. ഫേം ബി എന്ത് ചെയ്യും? അതിനേക്കാളും കുറച്ച് കുറയ്ക്കും. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം മറ്റുള്ള ഫേംസിന്റെ, അതായത് റൈവൽ ഫേം പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രൈസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. മനസ്സിലായോ? ഇതാണ് എഡ്ജ്വർത്ത് ഡുയോപോളി മോഡലില് ഡയഗ്രത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ എക്സ് ആക്സിസ് ഇവിടെ താഴെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? രണ്ടുപേരുടെയും ക്വാണ്ടിറ്റി ആണ്. അതിൽ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് എ എന്ന് പറയുന്ന ഫേമിന്റെ മാക്സിമം ക്വാണ്ടിറ്റി OM ഉം ബി എന്ന് പറയുന്ന ഫേമിന്റെ മാക്സിമം ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് OM ഡാഷും ആണ് കേട്ടോ. ദെൻ ഡി എ എന്ന് പറയുന്നത് എയുടെ ഡിമാൻഡ് കർവ്, DB എന്ന് പറയുന്നത് ബിയുടെ ഡിമാൻഡ് കർവ്. ഈ OD എന്ന് പറയുന്ന ഈ ലൈനിലാണ് എന്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്? പ്രൈസ്. അപ്പൊ ഫസ്റ്റ് ആരാണ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നത്? എ എന്ന് പറയുന്ന ഫേം എൻ്റർ ചെയ്യുന്നു. OQ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. OP2 പ്രൈസിന് വിൽക്കുന്നു. മാക്സിമം പ്രോഫിറ്റ്, ഒരു മൊണോപോളിസ്റ്റിന്റെ പ്രോഫിറ്റ് പോലെ OP2EQ പ്രോഫിറ്റ് കിട്ടുന്നു. അതിനുശേഷം ബി എൻ്റർ ചെയ്യുന്നു. ബി OQ ഡാഷ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പക്ഷെ ബി എന്താ ചെയ്യുന്നത്? OP2 പ്രൈസിന് രണ്ടുപേരും ഒരേ പ്രൈസിന് വിറ്റ് നോക്കുമ്പോൾ സമയത്ത് അത് ഇതല്ല. അപ്പം എന്ത് ചെയ്യും? മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാനും ലാഭം കൂട്ടാനും വേണ്ടിയിട്ട്, കൂടുതൽ മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ഔട്ട്പുട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് ബി എന്താ ചെയ്യുന്നത്? OP2 പ്രൈസിനേക്കാളും താഴെ ഫിക്സ് ചെയ്യും. അപ്പം എ എന്തായിട്ട് അസ്യൂം ചെയ്യുന്നു? അങ്ങനെ തന്നെ പ്രൈസ് കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ബി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാളും താഴെ ഫിക്സ് ചെയ്തു. അപ്പൊ അത് നോക്കിയപ്പം എയുടെ പ്രോഡക്റ്റ് ആരും വാങ്ങിക്കാതെ വരും. അപ്പൊ എ എന്ത് ചെയ്യും?
ബിയുടെ പ്രൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുമെന്ന് അസ്യൂം ചെയ്തിട്ട് ബിയേക്കാളും കുറച്ച് ഫിക്സ് ചെയ്യും, താഴെ ഫിക്സ് ചെയ്യും. ബി വീണ്ടും എന്ത് ചെയ്യും, എ കോൺസ്റ്റന്റ് ആക്കി വെക്കുമെന്ന് വിചാരിച്ച് വീണ്ടും ആ എ ഇപ്പം ഫിക്സ് ചെയ്ത പ്രൈസ് എത്രയാണോ അതിനേക്കാളും താഴെ. അങ്ങനെ രണ്ടുപേരും പരസ്പരം താഴെ താഴെ ഫിക്സ് ചെയ്ത് പ്രൈസ് വാറാണ് അവിടെ നടക്കുന്നത്. ഈ ഗ്യാപ്പിൽ അവിടെ OP1 പ്രൈസിലെത്തും. OP1 പ്രൈസിൽ രണ്ടുപേരും മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എ എന്ന് പറയുന്നത് OM ഉം ബി എന്ന് പറയുന്നത് OM ഡാഷും ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് OP1 പ്രൈസിൽ ഫിക്സ് ചെയ്യും. വീണ്ടും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ വീണ്ടും ആ OP2 പ്രൈസിലേക്ക് പോകും, പിന്നെ അതിനേക്കാളും കുറയും. ഇങ്ങനെ പ്രൈസ് വാർ തുടങ്ങും. പക്ഷെ താഴോട്ട് വീണ്ടും പ്രൈസ് പോവില്ല, കാരണം അത് അതിലും താഴെ പോയി കഴിഞ്ഞാൽ അവർക്ക് ലാഭം നഷ്ടസാധ്യതയല്ലേ ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ ഒരു പ്രൈസ് വാർ നടക്കുന്നു. ഇതാണ് എഡ്ജ്വർത്ത് ഡ്യുവോപ്പൊളി മോഡലിൽ പറയുന്ന മുഴുവനും കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പം അത് എന്താണ് നമ്മൾ പറഞ്ഞ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക, അതിനുശേഷം ഡയഗ്രാം വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഈ മോഡലിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. ട്രൈ ടു വാച്ച് ഇറ്റ് ആൻഡ് ട്രൈ ടു ഫോളോ മൈ ചാനൽ. എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു, താങ്ക്സ് അലോട്ട്, ടേക്ക് കെയർ, ബൈ.